ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ റിലീസായിട്ടുള്ള വേറെ ലെവല് ട്വിസ്റ്റുകളുള്ള ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ്. കഥയുടെ പേര് ദ ട്രയൽ. വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേയധികം ട്വിസ്റ്റുകൾ ഈ ഒരു കഥയിൽ അടങ്ങിയിട്ടുണ്ട്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് ആകെ ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥയിലെ നായികയായിട്ടുള്ള രൂപയാണ്. രൂപ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് രൂപയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അജയ് രൂപയോട് അവരുടെ ആദ്യ വിവാഹ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്ളാറ്റിന്റെ മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. രൂപ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ഏരിയ മുഴുവനായിട്ട് നമ്മുടെ രാജു അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നായികയായിട്ടുള്ള രൂപയെ കണ്ടുടൻ തന്നെ അവൾക്ക് സന്തോഷത്തോടെ ഒരു പൂവിന്റെ ബൊക്ക കൊടുക്കുകയാണ്. എന്നിട്ട് രൂപയോട് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി, എത്ര പെട്ടെന്നാ പോയത്, എത്ര ഹാപ്പി ആയിട്ട് പോയത്, അത് എനിക്ക് പ്രത്യേകിച്ച് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഇത്ര നാളും എത്ര ഹാപ്പി ആയിരുന്നോ അതുപോലെ ഈ വർഷം മുഴുവൻ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ നല്ല സന്തോഷ മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാണ്. രണ്ടുപേരും ചേർന്നിട്ട് കുറച്ച് മദ്യം കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അജയ് രൂപയോട് പറയുന്നുണ്ട്, രൂപ നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പൊ രൂപ എന്ത് സർപ്രൈസാ? കണ്ണടച്ചു കഴിഞ്ഞാല് സർപ്രൈസിനെ റിവീൽ ചെയ്യുള്ളൂ. അപ്പൊ രൂപയും കണ്ണടച്ചിട്ട് എന്ത് സർപ്രൈസാ പറയാന്ന് ചോദിക്കുന്നുണ്ട്. എന്നാല് റെസ്പോണ്ട് കാണുന്നില്ല. അവള് കണ്ണൂർ നോക്കുമ്പോ മുമ്പിൽ തന്റെ ഹസ്ബൻഡിനെയും കാണുന്നില്ല. അല്ല, കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് അജയ് അവനോടെ പോയെ. അങ്ങനെ അജയ് എന്ന് അജയുടെ പേര് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാല് ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് ജനങ്ങള് അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോഴാണ് രൂപ കാണുന്നത് അജയ് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴത്തേക്ക് എടുത്തു ചാടിയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതാണോ അജയ് നീ എനിക്ക് സർപ്രൈസ് വെച്ചെന്ന് ഓർത്തിട്ട് അവള് ഷോക്കായി പോകുന്നുണ്ട്. അടുത്ത സീനില് തന്റെ ഹസ്ബൻഡ് തന്നെ ആനിവേഴ്സറി സെലിബ്രേഷൻ വിളിച്ചതും അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തതും നമ്മുടെ രൂപ ഒരു പോലീസിനെ വാക്കുമൂലം കൊടുക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഇങ്ങനെയുടെ പേരാണ് രാജു. കുറച്ച് നാളത്തെ ലീവിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും ജോയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നേരെ ടേബിൾ വന്നിരിക്കുമ്പോൾ ഒരു കവർ കാണുന്നുണ്ട്. ഉടനെ തന്നെ കോൺസ്റ്റബിൾ വിളിച്ചിട്ട് അല്ല ഇതെന്ത് കവറാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സാറേ അത് കോടതിയിൽ നിന്ന് എന്തോ ഒരു ഓർഡർ വന്നതാണ്. അതിൽ സാറിന്റെ പേരായതുകൊണ്ട് നമ്മൾ ആരും ഓപ്പൺ ചെയ്ത് നോക്കാത്തതാണ്. അങ്ങനെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിലെ അങ്ങനെ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. ഉടനെ തന്നെ പോലീസ് ടീമിനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ ഹീറോനില്ലേ രൂപയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. പേര് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ആരുടെയും ഒരു റെസ്പോണ്ടും കാണുന്നില്ല. ചിലപ്പോൾ ആളില്ലായിട്ടായിരിക്കും. അവര് തിരിച്ചു പോകാൻ നോക്കുമ്പോഴാണ് വാതില് തുറന്നിരിക്കുന്ന കാണുന്നേ. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒന്ന് വീട്ടിൽ കയറി ചെക്ക് ചെയ്യന്നെ. അങ്ങനെ അവര് വീട്ടിലേക്ക് കയറിയപ്പോഴാണ് ചുമരിലായിട്ട് നമ്മുടെ ഹീറോയിൻ രൂപയും അതുപോലെ അജയും ഒന്നിച്ചിട്ടുള്ള കുറേയധികം ഫോട്ടോസുകൾ കാണുന്നത്. അങ്ങനെ മറ്റൊരു ഫോട്ടോയില് നമ്മുടെ ഹീറോയിൻ രൂപ ഒരു പോലീസ് യൂണിഫോം ധരിച്ചിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിനും ഒരു ഇൻസ്പെക്ടർ തന്നെയാണ്. അപ്പോഴാണ് മുകളിൽ നിന്ന് നമ്മുടെ രൂപയിലെ കയ്യിൽ ഒരു ഗ്ലാസ് വൈനുമായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അത് കണ്ടപ്പോ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഹസ്ബൻഡ് അജയ് മരണപ്പെട്ടിട്ട് 1 മാസം പോലും ആയിട്ടില്ലല്ലോ, അതിൻ്റെ ഉള്ളില് ഭയങ്കര ഹാപ്പിയാന്ന് തോന്നിട്ടല്ലോ. അപ്പൊ രൂപ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ വന്നാല് അത് ചോദിക്കുക, ഞാൻ എങ്ങനെ ഇരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അല്ല നിങ്ങളിപ്പോ എന്തിനാ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറിയേ? ആരാ വീട്ടിൽ കയറാന് നിങ്ങൾക്ക് പെർമിഷൻ തന്നെ? അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നേ. വാതിൽ കുറെ തട്ടി നോക്കി, കുറെ വിളിച്ചു നോക്കി, ആരെയും കണ്ടില്ല. അപ്പോഴാണ് വാതിൽ തുറന്നു വെച്ച കണ്ടത്. അങ്ങനെ ഉള്ളിൽ കയറിയതാ. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് അജയ് മരണപ്പെട്ടിരുന്നില്ലേ? ഓൾറെഡി നിങ്ങൾ വാക്കുമൂലം തന്നത് അജയ് ആത്മഹത്യ ചെയ്തതാണെന്നല്ലേ? എന്നാല് നിങ്ങളാണ് നിങ്ങളുടെ ഹസ്ബൻഡ് അജയെ കൊലപ്പെടുത്തിയെന്ന് ആരോ ഒരാള് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന്. ഉടനെ തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യണമെന്നോ കേസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഓർഡർ വന്നിട്ടുണ്ട്. നിങ്ങളെ സംശയിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഹസ്ബൻഡ് അറിയാതെ വേറെ ഏതോ ഒരു പയ്യനുമായിട്ട് പബ്ബിൽ വെച്ച് നിങ്ങൾ ഡാൻസ് കളിച്ചിരുന്നില്ലേ? അതിന്റെ ഫോട്ടോയും ആ ഫയലിൽ കൂടെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് വേറെ ഏതോ റിലേഷൻ ഉണ്ട്, അത് കാരണം നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊലപ്പെടുത്തിയതാണെന്ന് ആർക്കോ സംശയം തോന്നിയിട്ട് ഈ ഒരു എവിഡൻസ് വെച്ചിട്ട് കോടതി മുഖാന്തരം കംപ്ലൈന്റ് തന്നതാണ്. അപ്പോ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ഇനിയും കൂടുതലൊന്നും പറയണ്ടല്ലോ, അപ്പോ നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. എന്നാല് ഹീറോ ഒരു പോലീസുകാരിയല്ലേ? കാര്യങ്ങളുടെ കിടപ്പോശം കണ്ടപ്പോ വേറെ നിവൃത്തിയില്ല. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ രൂപയോട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ പറ, എന്തിനാ നിങ്ങളുടെ ഹസ്ബൻഡ് അജയ് നിങ്ങൾ കൊലപ്പെടുത്തിയേ? അപ്പോ രൂപ പറയുന്നുണ്ട്,
പറയുന്നുണ്ട്, നിങ്ങൾ പറയും പോലെ എന്റെ ഭർത്താവിനെ ഞാനല്ല കൊലപ്പെടുത്തിയത്, എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ ഇൻസ്പെക്ടർ അങ്ങനെയാണെങ്കിൽ അന്ന് എന്താ സംഭവിച്ചേ, അത് ആദ്യം മുതൽ ഒന്ന് പറ. അപ്പൊ രൂപ പറയുന്നുണ്ട്, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് വായിച്ചു നോക്ക്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി പറഞ്ഞതൊക്കെ പോലീസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ മുമ്പിലുള്ള എന്നെ നിങ്ങൾ പോലീസായിട്ട് കാണണ്ട, ഡയറക്റ്റ് കോടതിയായിട്ട് കണ്ടാൽ മതി. കാരണം ഇത് എന്നോട് കോടതി നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങളാണ്. കാരണം ഇതെനിക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ പറയാ, അത് ഞാൻ റെക്കോർഡ് ചെയ്യും. അപ്പോൾ തന്റെ ഭർത്താവ് മരണപ്പെട്ട ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ രൂപ പറഞ്ഞു തുടങ്ങാണ്. അന്ന് രൂപ ഒരു കേസിന്റെ ആവശ്യത്തിന് തന്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് അജയ് ഫോൺ വിളിച്ചിട്ട്, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് നിനക്കറിയാലോ, ജോലി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് നീ തിരിച്ചു പോണ്ട, ഞാൻ പറയുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് വാ, അവിടെ വെച്ച് നമുക്ക് നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ രൂപ എന്തിനാ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ഒക്കെ? അപ്പൊ അജയ് പറഞ്ഞത്, ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട്. ആ ഒരു സർപ്രൈസ് എന്തായിരിക്കുന്നുള്ള കൗതുകത്തിലാണ് ഞാനും അങ്ങോട്ട് പോയത്. അപ്പോൾ അവൻ വളരെ റൊമാൻറ്റിക് ആയിട്ട് ആ ഒരു ഏരിയ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. എന്നെ അജയ് വളരെ ഹാപ്പിയാക്കി. അതിനുശേഷം നമ്മൾ ഒന്നിച്ച് കുറച്ച് വൈൻ കഴിച്ചു. അപ്പോഴാണ് എന്നോട് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, നീ ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞേ. എന്നാൽ കണ്ണടച്ചിട്ടും കുറച്ചു കഴിഞ്ഞ് അജയ് കാണാതായപ്പോ ജനങ്ങള് അലറി വിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോഴാണ് അജയ് താഴെ മരണപ്പെട്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത്. അതായത് അജയ് എനിക്ക് വെച്ച സർപ്രൈസ് അതായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതേ കാര്യം തന്നെ ഓൾറെഡി ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹീറോനെ എങ്ങനെയാ മറുപടി പറയുന്നത് വെച്ചാല് ഒരു പോലീസുകാരിയെ പോലെ കുറച്ച് റാഷായിട്ടാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഒരു കൊലപാതകത്തിലെ സസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനേ. എന്നിട്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടില്ലേ, അതിനുശേഷം നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ രൂപ പറയുന്നുണ്ട്, അജയ് വിട്ടുപോയ ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. എന്റെ അച്ഛനും എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതാണ്. അതായത് നമ്മുടെ ഹീറോയിന് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അതുപോലെ എന്റെ മരണപ്പെട്ട അജയിലെ അജയ്ക്ക് അച്ഛൻ, അമ്മ, അവരുടെ ഫാമിലിയൊക്കെ ഉണ്ട്. എന്നിട്ട് രൂപ ഇൻസ്പെക്ടറോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു കേസ് ആരാ റീഓപ്പൺ ചെയ്യാന് കോടതിയിൽ അപേക്ഷ കൊടുത്തേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അതായത് മരണപ്പെട്ട അജയിലെ അജയുടെ റിലേഷനിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് വൈഷ്ണവി. ഒരിക്കൽ വൈഷ്ണവി തന്റെ വീട്ടിലിരുന്ന് ലാപ്ടോപ്പിൽ ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ തന്റെ ഒരു കൂട്ടുകാരി ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട്, അല്ല ഈ ഒരു ഫോട്ടോയിലുള്ള പെൺകുട്ടി നീ ഒന്ന് ശരിക്കും നോക്ക്, അവരെ കണ്ടിട്ട് നിന്റെ ഏട്ടൻ അജയുടെ ഭാര്യ രൂപയെ പോലെ തന്നെ ഇല്ലേ? അപ്പോ വൈഷ്ണവി നോക്കുമ്പോഴും പെട്ടെന്ന് രൂപയെ പോലെ തന്നെയാ തോന്നുന്നേ. എന്നാലും അന്ന് വൈഷ്ണവി പറഞ്ഞത്, അത് ചിലപ്പോ എന്റെ ചേച്ചി പോലെ തോന്നുന്ന വേറെ ആരെങ്കിലും ആയിരിക്കാം, നിനക്ക് ആള് മാറിയതെന്നും പറഞ്ഞിട്ട് അവള് ഫോണ് കട്ട് ചെയ്ത് ഉറങ്ങാൻ പോവാണ്. എന്നാൽ അവൾക്ക് ഉറക്കേ വരുന്നില്ല. അല്ല പെട്ടെന്ന് ഒരു ദിവസം എന്റെ ഏട്ടൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു പോവാണ്. എന്നാൽ ഇപ്പോ എന്റെ ഏട്ടന്റെ ഭാര്യ വേറെ ആരെയോ ഹഗ് ചെയ്യുന്ന ഒരു ഫോട്ടോയും വരികയാണ്. ഇനി ചിലപ്പോ ഈ ഒരു കാര്യം എന്റെ ഏട്ടൻ അറിഞ്ഞിട്ട് ആ ഒരു കാര്യം ഭാര്യ രൂപയോട് ചോദിച്ചപ്പോ ചിലപ്പോ അവര് പ്ലാൻ ചെയ്തിട്ടായിരിക്കോ എന്റെ ഏട്ടനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോ വൈഷ്ണവി തീരുമാനിച്ചതാണ്, എന്റെ ഏട്ടന്റെ മരണത്തിന് പിന്നില് എന്തോ രഹസ്യമുണ്ട്. അപ്പോ അതെന്താണെന്ന് ഉടനെ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ നേരെ ഹീറോയിന്റെ വീട്ടിലേക്ക് പോകുമ്പോ രൂപ ചോദിച്ചിട്ടുണ്ട്, അല്ല വൈഷ്ണവി എന്താ ഇവിടെ? ഒന്നുമില്ല ചേച്ചി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിരുന്നില്ലേ, അപ്പോ എന്റെ കുറച്ച് പുസ്തകം ഞാനിവിടെ വെച്ച് മറന്നുപോയിരുന്നു. ആ ഒരു ബുക്ക് ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അതിനെന്താ, നീ കയറി നോക്കിക്കോ, പിന്നെ ഞാനൊരു ഫോണില്ല, ഞാൻ സംസാരിച്ചിട്ട് വരാം. അങ്ങനെ വൈഷ്ണവി ബെഡ്റൂമിലേക്ക് പോയിട്ട് ആ ഒരു റൂം മുഴുവനായിട്ട് തന്റെ സംശയം സ്ഥിരീകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വൈഷ്ണവിക്ക് ഒരു ഡയറി കിട്ടുന്നത്. ആ ഒരു ഡയറി അവളുടെ ഏട്ടൻ അജയുടേത് തന്നെയാണ്. അതില് അജയെ തന്റെ ഭാര്യ രൂപ എത്രത്തോളം ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, അതുപോലെ മെന്റൽ ടോർച്ചർ ചെയ്തത്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് തന്റെ ഏട്ടൻ എഴുതിയതാണ്. തന്റെ ഏട്ടൻ അനുഭവിച്ച കാര്യങ്ങൾ ഓർത്തപ്പോ വൈഷ്ണവിയുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. അതില് അവൾ ഉറപ്പിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും എന്റെ ഏട്ടനെ അപ്പോ കൊലപ്പെടുത്തിയത് അത് ചേച്ചി രൂപ തന്നെയാണ്. അതിനുശേഷമാണ് ഓൾറെഡി സംശയത്തിലുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോയും കൂടെ അജയുടെ ഡയറിയും വെച്ചിട്ട് ഒരു വക്കീലിനെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കുന്നതും ആ ഒരു എവിഡൻസ് ഒക്കെ കോടതി ചെക്ക് ചെയ്ത ശേഷമാണ് ഓൾറെഡി ക്ലോസ് ആയി പോയ അജയുടെ കേസ് റീഓപ്പൺ ചെയ്യാൻ കോടതി ഓർഡർ ഇടുന്നതും. ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഈ ഒരു ഡയറിയാണ് അജയുടെ കേസ് റീഓപ്പൺ ചെയ്യാനുള്ള പ്രധാന എവിഡൻസ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഇൻസ്പെക്ടറിലെ ആ ഒരു ഡയറിയില് ശരിക്ക് എന്തൊക്കെയാണ് അജയ് എഴുതിയിട്ടുള്ളത് ആ ഒരു കാര്യങ്ങള് വായിച്ചു നോക്കാണ്. അതൊരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോ രൂപയ്ക്ക് ആദ്യം ഈ ഒരു കല്യാണത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് രൂപ ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അജയ് എഴുതിയത് നമ്മുടെ ഇൻസ്പെക്ടർ വായിക്കുമ്പോ രൂപ പറയുന്നുണ്ട്, ഒന്ന് നിർത്ത്, അവൻ എഴുതിയ പോലെ എനിക്ക് ഇഷ്ടമില്ലാതെയല്ല, അവനായിരുന്നു ഇഷ്ടക്കുറവ്. നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് അവൻ എന്നോട് പറഞ്ഞതും അത് തന്നെയാണ്. അവന്റെ
സമ്മതത്തിലല്ല, അവന്റെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിലാണ് അവൻ ഈ കല്യാണത്തിന് ഒരുങ്ങിയെന്ന്. അവൻ എന്നെ കുറ്റക്കാരനാക്കാനേ അവന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഓരോ നുണകളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അല്ല രൂപ, ഇതൊരാളുടെ പേഴ്സണൽ ഡയറി അല്ലേ? അജയുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അവൻ മാത്രം അവനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വേറെ ആരുടെയും കയ്യിൽ ഈ ഡയറി കിട്ടാനും സാധ്യതയില്ല. പിന്നെ അവൻ എന്തിനാ അവന്റെ ഡയറിയില് നീ പറയുന്ന പോലെ നുണയൊക്കെ എഴുതി വെക്കേണ്ട ആവശ്യം? അപ്പൊ രൂപ പറയുന്നുണ്ട്, ഈ ലോകത്ത് 2 തരത്തിലുള്ള മനുഷ്യന്മാരാണുള്ളത്. ഒരു വിഭാഗത്തിലുള്ള ആളുകള് അവരുടെ എന്തൊക്കെ സങ്കടം ഉണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിൽ തന്നെ അവര് ഒതുക്കി ജീവിക്കും. എന്നാൽ അതേ സമയത്ത് മറ്റൊരു വിഭാഗം ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാല് അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിയുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ഇമോഷൻസോ ഹാപ്പിനെസ്സോ എല്ലാം എക്സ്പ്രസ് ചെയ്യും. എന്നാൽ അജയ് പറയുന്ന പോലെ അവന്റെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവനത് ഡയറിയിൽ എഴുതി വെക്കാൻ ഒരു സാധ്യതയില്ല. അത് മാത്രല്ല, അജയ്ക്ക് 32 വയസ്സായിട്ടുണ്ട്. അവന് ഡയറി എഴുതുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എഴുതാനും വായിക്കാനും പഠിച്ച ശേഷമെങ്കിലും ഒരു 10-20 ഡയറിയെങ്കിലും അവൻ എഴുതിയിട്ടുണ്ടാവണ്ടേ. ഇപ്പോ ഒറ്റ ഡയറി മാത്രമല്ലേ പോലീസിന് കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഡയറിയൊക്കെ ഇവിടെ. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, രൂപ, താനൊരു പോലീസുകാരിയാന്ന് കരുതിയിട്ട് ആ ഒരു പോലീസ് ബുദ്ധി ഇവിടെ കാണിച്ചിട്ട് ഈ ഒരു കേസ് തിരിച്ചുവിടാൻ നോക്കണ്ട. നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. അങ്ങനെ വീണ്ടും അജയുടെ ഡയറി ഇൻസ്പെക്ടർ വായിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ഒരു ദിവസം അജയുടെ ഫ്രണ്ടുമായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോ അജയുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ കണ്ടപ്പോ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലടാ, നിന്റെ മുഖത്ത് എന്താ ടെൻഷൻ പോലെ? പഴയ ഹാപ്പിനെസ് ഒന്നും കാണുന്നില്ലല്ലോ, നിന്റെ ലൈഫില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോ അജയുടെ മനസ്സിലുള്ള കാര്യങ്ങള് അവൻ പറയാണ്. ഒരിക്കൽ രൂപ എന്നോട് പറഞ്ഞു അവള് ഗർഭിണിയാണെന്ന്. അത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ ഹാപ്പി ആയിട്ട് അവളോട് കൺഗ്രാസ് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യാൻ പോയപ്പോ അവള് പറഞ്ഞത്, അജയ്, നിന്റെ അഭിനയം നിർത്ത്. പിന്നെ ഞാനിപ്പോ പ്രഗ്നന്റ് ആണെന്ന് നിന്നോട് പറഞ്ഞു എന്തിനാന്ന് വെച്ചാല് എനിക്ക് കുട്ടിയെ വേണ്ട, അതിന് ഞാൻ കളയാൻ പോവാണ്. അപ്പോ അതിന് നിന്റെ സമ്മതം തന്നുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യേ. എന്നാൽ അത് കേട്ടപ്പോ അജയ് വല്ലാതെ ഷോക്കായിട്ട്, അല്ല രൂപ, നീ എന്താ പറയുന്നേ? എന്തിനാ നമ്മുടെ കുട്ടിയെ ഇല്ലാതെയാക്കുന്നേ? അപ്പോ രൂപ പറഞ്ഞത്, എനിക്കിപ്പോ ഒരു കുട്ടിയെ പെറ്റ് പോറ്റാനുള്ള തീരെ താല്പര്യമില്ല. അജയ്ക്ക് വേറെ നിവൃത്തിയില്ലാതെ അവനും സൈൻ ചെയ്തതാണ്. അപ്പോ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു വിഷയത്തിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അപ്പോഴാണ് അജയ് ഒരു പേപ്പർ എടുത്ത് കാണിക്കുന്നത്. ആ ഒരു പേപ്പറിൽ എന്താന്ന് വെച്ചാല് നമ്മുടെ അജയിലെ അവനൊരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവില്ല. അത് കേട്ടപ്പോ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്നെ ചതിക്കായിരുന്നോ? അപ്പോ അജയ് പറഞ്ഞത്, അവൾ എന്നെ ചതിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അവളെ വല്ലാതെ ഇഷ്ടമാണ്, ഒരുപാട് അവളെ ഞാൻ പ്രണയിക്കുന്നുണ്ട്. എന്നാൽ അവൾ എന്റെ ഒരു ഇമോഷനും മനസ്സിലാക്കുന്നേയില്ല. അങ്ങനെ അജയ് വല്ലാതെ മനസ്സ് തകർന്നിരിക്കുന്നത് കണ്ടപ്പോ ഫ്രണ്ട് പറയുന്നുണ്ട്, അജയ്, ഇനിയും നീ ഇതാരോടും പറയാതിരിക്കരുത്. നീ നിന്റെ അച്ഛനോടും അമ്മയോടും അതുപോലെ അവളുടെ അച്ഛനോടും ഈ കാര്യം പറ. എന്നാല് അജയ് പറഞ്ഞത്, എനിക്ക് അവളെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആരും ഒന്നും അറിയണ്ട. ഓൾറെഡി ഹീറോ തന്റെ ഡയറിയിൽ എഴുതിയ കാര്യം സത്യം തന്നെയാണോ എന്ന് ഹീറോയുടെ ഫ്രണ്ടിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും അവനും അത് സത്യമായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ രൂപയോട്, അല്ല, ഇനി ഇതിനെക്കുറിച്ച് തനിക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ രൂപ ചിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ, എന്താ ചിരിക്കുന്നത്? അടുത്തതായിട്ട് എന്താ ഉത്തരം പറയണ്ടേ? എങ്ങനെയാ കേസിന് തിരിച്ചുവിടണ്ടേ എന്ന് ചിന്തിക്കുക. അപ്പോൾ രൂപ പറയുന്നുണ്ട്, നിങ്ങളൊരു പോലീസുകാരനല്ലേ, എന്നിട്ടും നിങ്ങളുടെ തല വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എത്ര സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം? ആർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയില്ലേ? ശരിക്ക് അജയ് എന്നോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രീം ആയിട്ട് തന്നെ അവൻ ചിന്തിച്ച് പ്ലാൻ ചെയ്തതാണിത്. എന്റെ ഹസ്ബൻഡിനെ ഞാനല്ല കൊലപ്പെടുത്തിയത്. ആ ഒരു ഡയറിയിലുള്ളത് മുഴുവൻ കെട്ടിച്ചമച്ച കഥകളാണ്. എന്നാൽ രൂപ പറയുന്നത് വിശ്വസിക്കാതെ നമ്മുടെ ഇൻസ്പെക്ടറിലെ വീണ്ടും ആ ഡയറി തുറന്നു വായിക്കുകയാണ്. ഒരു ദിവസം നമ്മുടെ അജയിലെ ഒരു ഗോൾഡ് ചെയിൻ വാങ്ങിയിട്ട് നമ്മുടെ രൂപയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ടപ്പോ അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട് അജയുടെ മേലെ അവൾ കടിച്ചു കയറി ചോദിക്കുന്നുണ്ട്, നിനക്ക് തീരെ വിവരമില്ലേ? എനിക്ക് നിന്റെ ഒരു ഗിഫ്റ്റും വേണ്ട. ഇപ്പോ നിന്നെ കാണുന്നതോ നിന്നോട് എന്തെങ്കിലും സംസാരിക്കാനോ എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് അജയുടെ അച്ഛൻ വിളിക്കുന്നത്. അപ്പൊ അജയ്, രൂപ, നമ്മളുടെ ഇടയിലുള്ള ഈ ഒരു പ്രശ്നം ഒരിക്കലും എന്റെ ഫാമിലി അറിയരുത്. നിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് അച്ഛൻ ചിലപ്പോ നിന്നെ വിഷയനായിരിക്കാം വിളിക്കുന്നത്. നീ ഒന്ന് സമാധാനത്തില് എന്റെ അച്ഛനോട് ഒന്ന് സംസാരിക്കേ. അങ്ങനെ ഫോൺ കൊടുത്തപ്പോ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിനക്ക് ആ ഒരു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? അതില് അവൾക്ക് വല്ലാതെ ദേഷ്യം വന്ന്, നിങ്ങളുടെ മകനും നിങ്ങൾക്കും തീരെ വിവരമില്ലേ അതും പറഞ്ഞിട്ട് ആ ഒരു ഫോണ് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അപ്പോ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, തന്റെ ലൈഫിൽ ഇനി ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ താൻ പറയാൻ പോന്നെ? എന്തെങ്കിലും കാരണം താൻ കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോ എന്താ പറയാനുള്ളത്? അപ്പൊ രൂപ, അതിലവൻ എഴുതിയ പോലെ എന്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് ഒരു ഗോൾഡ് ചെയിന് അവൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല് പുതിയ വീട്, അതുപോലെ കാറ്, അതുപോലെ കുറേയധികം അപ്ലയൻസസ് ഒക്കെ ലോണിലാണ് വാങ്ങിയിരുന്നത്. അതിന്റെ എല്ലാ EMIയും എന്റെ ഹസ്ബൻഡ് അജയ് തന്നെ അടച്ചുകൊണ്ടിരുന്നത്. ബാക്കി വീട്ടിലെ ചെലവുകൾ അത് ഞാനും നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫാമിലി വളരെ ഫൈനാൻഷ്യലി കഷ്ടത്തിലിരിക്കുന്ന സമയത്താണ് അവൻ ആ ഗോൾഡ് വാങ്ങിയിട്ട് വന്നത്. അതിന് മുമ്പും പലപ്പോഴും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ
ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങാൻ നിൽക്കരുത്. എന്നാൽ എന്റെ വാക്കിന് ഒരു വിലയും തരാതെ അവൻ വെറുതെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കാണ്. അതുകൊണ്ടാണ് അന്ന് എനിക്ക് ദേഷ്യം വന്നത്. ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ ഫാമിലിയിലും ഹസ്ബൻഡിന്റെയും വൈഫിന്റെ ഇടയിൽ ഉണ്ടാവുന്നത് അത് സാധാരണല്ലേ. ഇതുപോലത്തെ ചെറിയ പ്രശ്നം വെച്ച് ഞാനാണ് എന്റെ ഹസ്ബൻഡിനെ കൊലപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും നമ്മുടെ ഇൻസ്പെക്ടർ ആ ഒരു ഡയറി വായിക്കുകയാണ്. അതായത് നമ്മുടെ അജയ്ക്ക് രൂപയുടെ ആ ഒരു ടോർച്ചർ സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം ഒരു സൈക്കോളജി ഡോക്ടറെ മീറ്റ് ചെയ്യാൻ അജയ് പോയിട്ടുണ്ട്. അങ്ങനെ തന്റെ ലൈഫിൽ താൻ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും ആ ഒരു ഡോക്ടറോട് പറഞ്ഞപ്പോൾ അജയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് കുറച്ചധികം മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്പെക്ടർ അജയ് ഈ ഒരു ഡയറിയിൽ എഴുതിയ പോലെ ആ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടോന്ന് അങ്ങേരെ പോയി മീറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ അയാളും ആ കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു ഡോക്ടർ പറഞ്ഞത് ഞാൻ അജയുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് അവന്റെ ഭാര്യ ഒരു സൈക്കോയെ പോലെ അല്ലെങ്കിൽ പിശാചിനെ പോലത്തെ ഒരു സ്വഭാവമുള്ളൊരുത്തിയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ രൂപയോട് ചോദിക്കുന്നുണ്ട് ഇതിന് നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ രൂപ പറയുന്നുണ്ട് അല്ല നിങ്ങൾ പറയുമ്പോഴാണ് അജയ് ഒരു സൈക്കോളജി ഡോക്ടറെ കാണാൻ പോയ കാര്യം പോലും ഞാൻ അറിയുന്നേ. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പല്ലേ ഇതൊക്കെ അജയ് നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്? അല്ല അത് കൺഫേം എന്ന രീതിയിൽ നിങ്ങൾക്ക് ചില എവിഡൻസ് കിട്ടിയിട്ടുണ്ടാവല്ലോ. അതായത് എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ട ശേഷം അവന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ആ ഒരു സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ അതിൽ ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും സൈക്കോളജിക്ക് മെഡിസിൻ അവൻ എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? അപ്പോൾ ഇൻസ്പെക്ടർ അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നുകിൽ ചിലപ്പോൾ ആ ഒരു മെഡിസിൻ എടുത്തിട്ട് കുറച്ചു നാളിന് ശേഷം നല്ല റിലീഫ് കിട്ടിയ ശേഷം അത് ഒഴിവാക്കിയതായിരിക്കാം. അതല്ലെങ്കിൽ അവൻ യൂസ് ചെയ്യുന്ന ആ ഒരു മെഡിസിന് ആരെങ്കിലും മനഃപൂർവ്വം മാറ്റിവെച്ചതായിരിക്കാം. ഈ ഒരു കാര്യമാണ് ഞാൻ അന്ന് ഡോക്ടറോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞത് രൂപ സത്യം പറ നീയല്ലേ ആ മെഡിസിൻ മാറ്റിവെച്ചേ? അപ്പൊ അവള് പറയുന്നുണ്ട് ഞാൻ എന്തിനാ മെഡിസിനൊക്കെ മാറ്റിവെക്കുന്നേ? അവൻ ഡോക്ടറെ അടുത്ത് പോയ കാര്യം പോലും എനിക്കറിയില്ല. ആ ഡയറി മുഴുവൻ ഫേക്കാണ്. അവൻ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാനൊക്കെ ചെയ്തത്. എന്റെ ലൈഫ് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് അല്ല രൂപ നിന്റെ ലൈഫിൽ നീ എപ്പോഴെങ്കിലും നിന്റെ ഹസ്ബൻഡിനെ കൊന്നുകളാണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ രൂപ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അജയന്റെ ലൈഫിൽ നിന്ന് പോണെന്ന് കരുതിയിട്ടില്ല. പിന്നെയല്ലേ അവനെ കൊല്ലുന്ന കാര്യം. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന സത്യം തന്നെയാ ദേഷ്യത്തിലെ രൂപ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ രൂപ നിങ്ങൾ ഈ ഒരു ഓഡിയോ കേട്ടു നോക്ക്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് രൂപയില്ലേ അവളുടെ ഏതൊരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് രൂപയോട് എങ്ങനെയുണ്ട് ലൈഫൊക്കെ കല്യാണശേഷം അടിപൊളിയല്ലേ? അപ്പോൾ രൂപ പറഞ്ഞത് നരകമോളെ ജീവിതം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തിനാ ഞാൻ ഈ കല്യാണം കഴിച്ചെന്നാ. എനിക്ക് എങ്ങാനൊരു അവസരം കിട്ടിയാലേ ഞാൻ തന്നെ എന്റെ കെട്ടിയവനെ കൊന്നു കളഞ്ഞിട്ട് അതൊരു ആക്സിഡന്റ് ആയിട്ട് അങ്ങ് ഫ്രെയിമും ചെയ്യും. അപ്പോഴാണ് രൂപ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവള് മെല്ലെ അജയുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അജയ് നല്ല ഉറക്കത്തിലാണ്. എന്നാൽ ശരിക്ക് അജയ് കണ്ണടച്ച് കിടന്നതാണ്. രൂപ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. തന്റെ ഫോണില് അവൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വോയിസ് ആണ് ഇപ്പോൾ രൂപയ്ക്ക് നമ്മുടെ ഇൻസ്പെക്ടർ കേൾപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇൻസ്പെക്ടർ രൂപ നീ പറഞ്ഞ പോലെ നിന്റെ ഹസ്ബൻഡ് അല്ല നുണ പറയുന്നേ, നീയാണ് ഓരോരോ പുതിയ നുണകള് കെട്ടിപ്പടച്ചുവിടുന്നേ. ഇതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ രൂപ പറയുന്നുണ്ട് ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്നൊക്കെ അവൻ ഒളിഞ്ഞു കേൾക്കാറുണ്ടായിരുന്നെന്നോ അവൻ എന്നോട് എത്രത്തോളം ദേഷ്യം ഉണ്ടായിരുന്നുവെന്നോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ശരിക്കും അവനായിരുന്നു ഒരു സൈക്കോ. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് ആഹാ അപ്പോൾ നിന്റെ ഹസ്ബൻഡ് ഒരു സൈക്കോ ആയതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ നീ കൊന്നുകളഞ്ഞ? അപ്പോൾ അവള് പറയുന്നുണ്ട് സത്യം പറഞ്ഞാല് എന്റെ ഹസ്ബൻഡിന്റെ ചില സ്വഭാവം കാണുമ്പോൾ പലപ്പോഴും അവനെ കൊന്നുകളയാനേ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നാൽ സത്യം പറയാണ് എന്റെ ഹസ്ബൻഡിനെ ഞാനല്ല കൊലപ്പെടുത്തിയെ. നമ്മുടെ രൂപയെ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്യുന്നില്ലേ? ആ ഒരു ഇന്ററാക്ഷൻ സെഷൻ മുഴുവനായിട്ട് നമ്മുടെ അജയുടെ ഫാമിലി മുഴുവൻ മറ്റൊരു റൂമിലിരുന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടുത്ത സീനില് രൂപ തന്റെ ഭാഗത്തുള്ള ന്യായങ്ങള് ഇൻസ്പെക്ടറോട് പറയാണ്. അജയ് നമ്മുടെ രൂപയെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് തന്നെ രൂപ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ ശരിക്കൊരു കല്യാണത്തിന് താല്പര്യമില്ല. എന്നാല് എന്റെ അച്ഛന് വല്ലാതെ പ്രായമായിട്ടുണ്ട്. അതുമാത്രല്ല എനിക്കും കല്യാണപ്രായമായില്ലേ. അതുമാത്രല്ല എന്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ സെറ്റിൽ ആവും ചെയ്തുകൊണ്ട് എന്റെ അച്ഛന്റെ ആഗ്രഹമാണ് എന്നെ ഉടനെ തന്നെ കല്യാണം കഴിപ്പിച്ചയക്കണമെന്ന്. അല്ലാതെ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ താല്പര്യമില്ല. അതുതന്നെയാണ് നമ്മുടെ അജയും പറയുന്നത്. എനിക്കും ഇപ്പോ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. എന്നാല് എന്റെ അച്ഛനും അമ്മയും എപ്പോഴും എന്നോട് എത്ര കാലം നീ ഒറ്റയ്ക്ക് ജീവിക്കുക, വേഗം കല്യാണം കഴിക്കുന്നേ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഞാൻ പോയിട്ട് എന്റെ അമ്മയോടും അച്ഛനോടും ഈ കാര്യം പറഞ്ഞേക്കാം. അങ്ങനെ നമ്മുടെ രൂപ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ തന്റെ അച്ഛൻ വളരെ സങ്കടത്തിലിരിക്കുന്ന കണ്ടപ്പോ എന്ത് പറ്റി അച്ഛാ? പെണ്ണ് കാണാൻ വന്നവര് റിജക്ട് ചെയ്തുകൊണ്ടാ? അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അച്ഛാ, എനിക്കും ഇപ്പോ കല്യാണത്തിന് താല്പര്യമൊന്നുമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അങ്ങനെയല്ല മോളെ, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രൂപ എന്ത് അവർ ഓക്കെ പറഞ്ഞോ? അല്ല കല്യാണ ചെക്കനോട് അച്ഛൻ സംസാരിച്ചിരുന്നോ? അതിന് അവൻ തന്നെയാ ഫോൺ വിളിച്ചിട്ട് എന്നോട് കാര്യം പറഞ്ഞേ അവന് എന്റെ മോളെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, കല്യാണത്തിന് അവൻ ഓക്കെ ആണെന്നോ? അപ്പൊ രൂപ
എന്ത് അവൻ സമ്മതിച്ചു എന്നോ? ഓൾറെഡി ഹീറോനോട് പറഞ്ഞ കാര്യം വേറെ ആയിരുന്നില്ലേ? അങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കാൻ കഴിയാതെ രൂപ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ആദ്യ രാത്രി അജയോട് രൂപ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും പറയാന്നല്ലേ എന്നോട് അന്ന് പറഞ്ഞേ, പിന്നെ നിങ്ങളുടെ മനസ്സ് എന്തിനാ നിങ്ങൾ മാറ്റിയേ? ശരിക്ക് എന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എനിക്ക് വേണ്ടി മാറ്റിയതാണോ? അപ്പോൾ അജയ് പറയുന്നുണ്ട്, അങ്ങനെ ഒന്നുമല്ല, എന്റെ അച്ഛനും അമ്മയും എന്നെ വല്ലാതെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചതാ. കാരണം അവരുടെ വാക്ക് ഞാൻ തട്ടാറില്ല. അപ്പൊ രൂപ, അപ്പോ എന്റെ അച്ഛന് എനിക്കെന്താ ഇഷ്ടമില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ വീട്ടിൽ പറയാന്ന് പറഞ്ഞിട്ട് പോയേ? അപ്പോൾ അജയ് തലക്കാണി എടുത്തിട്ട് എനിക്ക് കുറച്ച് സ്പേസ് വേണമെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഇതാണ് തന്റെ ലൈഫിൽ സംഭവിച്ചതെന്ന് രൂപ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ അജയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ മകന് ഈ ഒരു കല്യാണത്തിൽ താല്പര്യമുണ്ടായിട്ടില്ല എന്ന് രൂപ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സാറേ, അവള് പറയുന്നത് ഒരു കണക്കിന് സത്യമാണ്. കുറേയധികം പെൺകുട്ടികളെ ഞങ്ങൾ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അവനതിൽ നിന്ന് ഒഴിവാവും. അവസാനം രൂപയുടെ കേസ് വന്നപ്പോഴും അവൻ അതേ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മളാണ് അവനെ നിർബന്ധിച്ചിട്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. ഇൻസ്പെക്ടർ കാലിപ്പിൽ ചോദിക്കുന്നുണ്ട്, മകന്റെ ലൈഫ് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്? അടുത്ത സീനിൽ രൂപ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതിന് എന്റെ കയ്യിൽ ഓൾറെഡി അജയ് എഴുതി വെച്ച പോലെ ഒരു എവിഡൻസോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യമോ ഇല്ല. എന്നാൽ ഞാൻ പറയുന്നതാണ് സത്യം. അങ്ങനെ എന്റെയും അജയുടെയും കല്യാണം കഴിഞ്ഞില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് ആയതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ മനസ്സിൽ കരുതി. അങ്ങനെ ഒരു ദിവസം എന്റെ ജോലി ലീവ് ആക്കിയിട്ട് അജയ്ക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഡിഷ് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് എപ്പോഴാ അജയ് വരികയെന്ന് അവനെ കാത്തിരുന്നു. എന്നാൽ കുറെ ലേറ്റ് ആയിട്ടാണ് അജയ് വീട്ടിലേക്ക് വന്നേ. അപ്പൊ അജയോട് നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്താ ഇന്ന് വല്ലാതെ ലേറ്റ് ആയെന്ന് ചോദിച്ചപ്പോ അജയ് എന്നോട് പറഞ്ഞേ, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അജയ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇന്ന് ലീവ് എടുത്ത് കഷ്ടപ്പെട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഡിഷും ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ചെങ്കിലൊന്ന് കഴിക്കേ. എന്നാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങാൻ കിടന്നു. അന്ന് ഞാനും ഭക്ഷണം കഴിച്ചില്ല, നേരെ ഉറങ്ങാൻ പോയി കിടന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അരികിലെ അജയെ കണ്ടില്ല. എവിടെ അജയ് പോയിട്ടുണ്ടാവുക? അപ്പോഴാണ് കിച്ചണിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അജയ് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നലെ നീ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഇന്നലെ വല്ലാതെ ടയർഡായിരുന്നു, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, വേഗം പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. എന്നിട്ട് ഈവനിങ്ങിന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, രണ്ടുപേർക്കും ഒന്നിച്ചു പോവാം. അപ്പോൾ എനിക്ക് സമാധാനമായി. അതായത് പതിയെ പതിയെ അജയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയല്ലോ. അങ്ങനെ അജയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം കാത്തിരുന്നു. എന്നാൽ അന്നും വളരെ ലേറ്റ് ആയിട്ടാണ് അജയ് വീട്ടിലേക്ക് വന്നേ. അപ്പോൾ ഞാനും ചോദിച്ചു, അല്ല അജയ്, നീ പറഞ്ഞിട്ട് എത്ര നേരമായി ഫംഗ്ഷന് ഞാൻ റെഡി ആയിരിക്കുന്നു, ഇപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പോൾ അവൻ പറഞ്ഞത്, ഒരു ഫംഗ്ഷനും പോണ്ട, ആ ഫംഗ്ഷന് ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദേഷ്യത്തില് ഞാൻ ചോദിച്ചു, നിനക്ക് ഒറ്റക്ക് ഫംഗ്ഷന് പോകാനാണെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ റെഡി ആയിരിക്കാൻ പറഞ്ഞേ? എന്നാൽ ഒരു റെസ്പോണ്ടും ഇല്ലാതെ അവൻ ഉള്ളിലേക്ക് കയറിപ്പോയി. ഞാനും വല്ലാതെ ഹേർട്ടായി. ഇതുപോലെ പല സംഭവങ്ങളും എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള ആ ഒരു ഹാപ്പി ന്യൂസ് അറിഞ്ഞു. അങ്ങനെ അജയോട് നീ ഒരു അച്ഛനാവാൻ പോകണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവനും ഹാപ്പി ആയിട്ട് എന്നെ ഹഗ് ചെയ്ത് എന്നോട് പറഞ്ഞു, ഇന്ന് ഈവനിങ് നിനക്ക് ഞാനൊരു സർപ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ ജോലി തീർത്തിട്ട് വീട്ടിലേക്ക് വാ. അങ്ങനെ നേരത്തെ ജോലിയും തീർത്ത് വീട്ടിലേക്ക് പോയിട്ട് അജയോട് ഞാൻ ചോദിച്ചു, അല്ല എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അജയ് എന്റെ കയ്യിൽ ഒരു പേപ്പർ വെച്ച് തന്നു. അത് എന്ത് പേപ്പറാ നോക്കുമ്പോൾ അത് എന്റെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനുള്ള എഗ്രിമെന്റിന്റെ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അജയ്, എന്തിനാ ഇപ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യുന്നേ? അപ്പോൾ അവൻ പറഞ്ഞത്, എനിക്കൊരു കുഞ്ഞിനെ താല്പര്യമില്ല, വളർത്താനും മനസ്സില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് നമുക്ക് നേരത്തെ എടുക്കായിരുന്നല്ലോ. ഇപ്പോ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറയുന്നത് അത് ക്രൂരതയല്ലേ? എനിക്ക് വല്ലാതെ സങ്കടം വന്നപ്പോ അറിയാതെ എന്റെ കണ്ണു നിറഞ്ഞു. അപ്പൊ അജയ് പറഞ്ഞത്, നീ ഡ്രാമ ഇറക്കാൻ നിൽക്കണ്ട, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബാക്കി നീ തീരുമാനിച്ചാൽ മതി. അതിനുശേഷം ഞാനൊന്ന് ഇരുന്ന് ചിന്തിച്ചു, ഇപ്പൊ തന്നെ എന്റെ ലൈഫ് ഒരു നരക തുല്യാണ്. ഇനിയിപ്പോ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ കുഞ്ഞിന്റെ ജീവിതം കൂടി അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് വരാതിരിക്കുന്ന നല്ലത്. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെയാണ് ഞാൻ എന്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞത്. എന്റെ ലൈഫിൽ ശരിക്കും സംഭവിച്ചത് ഇതാണ്, അല്ലാതെ അജയ് പറഞ്ഞതൊക്കെ അവൻ ഫ്രെയിം ചെയ്ത കഥ മാത്രമാണ്. സത്യമായിട്ടും എന്റെ ഹസ്ബൻഡിനെ ഞാനല്ല കൊലപ്പെടുത്തിയ, അവൻ തന്നെ ആത്മഹത്യ ചെയ്തതാണ്. അതും പറഞ്ഞിട്ട് ഒരു ലെറ്റർ നമ്മുടെ ഇൻസ്പെക്ടറിന് കൊടുക്കുന്നുണ്ട്. അത് കണ്ട പങ്ങേര് ഷോക്കായി പോവാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ അജയുടെ അച്ഛനിക്ക് ആ ഒരു ലെറ്റർ കാണിച്ചു കൊടുത്തിട്ട്, ഈ ഒരു ലെറ്ററിലുള്ളത് നിങ്ങളുടെ മകൻ അജയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ അച്ഛനും ചെക്ക് ചെയ്തിട്ട് അത് തന്റെ മകന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ, നിങ്ങളുടെ മകൻ ആത്മഹത്യ ചെയ്തത് തന്നെയാണ്,
അല്ലാതെ ആരും കൊലപ്പെടുത്തിയതല്ല. അപ്പോൾ അച്ഛൻ അതെങ്ങനെ നിങ്ങൾ കൺഫേം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അധികം വൈകാതെ ഞാനത് തെളിയിച്ചുതരാമെന്ന് പറഞ്ഞ് നേരെ രൂപയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. അല്ല, ഈ ഒരു ലെറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെ ആദ്യം ചോദ്യം ചെയ്യാമെന്ന ആ ഒരു പോലീസുകാരനോട് നിങ്ങൾ എന്തിനാ മറ്റൊരു കഥ പറഞ്ഞ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തേ? അപ്പോഴാണ് അതിന്റെ ഫ്ലാഷ് ബാക്ക് ഹീറോയിൻ പറയുന്നത്. അതായത് അജയ് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് രൂപയെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വിളിച്ചിരുന്നില്ലേ? അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പേപ്പർ കിട്ടാണ്. അതിൽ എഴുതിയിട്ടുള്ളത്, അച്ഛാ അമ്മേ, ഞാൻ എന്തായാലും ഈ ലോകത്തുനിന്ന് പോകാൻ പോവാണ്. എന്റെ മരണത്തിന്റെ കാരണം അതെന്റെ ഭാര്യ മാത്രമാണ്. അല്ല, ഞാൻ എന്താണ് ചെയ്തതെന്ന് അവനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയപ്പോൾ അവൻ ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞ് എന്നെ ഇംപ്രസ് ചെയ്തു. എന്നിട്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ താഴത്തേക്കെടുത്ത് ചാടി. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ശരിക്കും അവൻ ആ ലെറ്ററിൽ അവന്റെ മരണത്തിന്റെ കാരണം ഞാനാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് അവൻ എന്റെ പേര് അതിൽ വെച്ചതെന്ന് സത്യം പറഞ്ഞാല് എനിക്കറിയില്ല. ഇനിയിപ്പോ ഞാൻ തന്നെ ഈ ഒരു ലെറ്റർ പോലീസ് കൊടുത്ത് പോലീസിന് എന്റെ മേലെ സംശയം വന്നിട്ട് അവസാനം ഞാൻ തന്നെയാണ് അവനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് എന്നെ ജയിലിൽ അടയ്ക്കുമെന്നുള്ള ഭയത്തിലാണ് ഞാൻ ഈ ലെറ്ററിനെ കുറിച്ച് ഇതുവരെ പറയാതിരുന്നേ. പിന്നീട് നിങ്ങൾ എന്നെ വിളിപ്പിച്ചിട്ട് ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവന്റെ ഡയറിയും അതുപോലെ അവൻ പ്ലാൻ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾ കണ്ടപ്പോഴാണ് അവൻ കുറെ നാള് മുൻപ് തന്നെ ഈ ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്റെ ബലമായ സംശയം അവന് മെന്റലി എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ അജയുടെ അച്ഛനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ മകൻ അജയ്ക്ക് എന്തെങ്കിലും മെന്റലി ചെറിയ പ്രശ്നങ്ങളുണ്ടോ? അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതായത് അജയ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന്റെ പേര് സുരേഷ് എന്നാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ദിവസം സുരേഷ് മരണപ്പെട്ടു പോവാണ്. അങ്ങനെ തന്റെ ഫ്രണ്ട് മരണപ്പെട്ട ശേഷം പിന്നീട് അജയ് ആരോടും സംസാരിക്കാറില്ല. എപ്പോഴും മിണ്ടാതെ ഒരു സ്ഥലത്തിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൻ ആ ഭാഗം ശ്രദ്ധിക്കാറില്ല. അങ്ങനെ പല ഡോക്ടേഴ്സിനെ കാണിച്ചു. അവരൊക്കെ പറഞ്ഞത് അവന്റെ മനസ്സ് വല്ലാതെ ആഴത്തില് ഹേർട്ട് ആയിട്ടുണ്ട്, ഇപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മള് വീട്ടിലേക്ക് ഒരു TV വാങ്ങി. അങ്ങനെ ഞാനും എന്റെ ഭാര്യയും കൂടി അതെവിടെയാ വെക്കണ്ടേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കായപ്പോ അജയോടൊന്ന് ചോദിക്കാന്ന് കരുതി അവനോട് ചോദിച്ചപ്പോ അവൻ നല്ലൊരു ഡിസിഷൻ ഞങ്ങളോട് പറഞ്ഞു. കുറെ നാളായിട്ട് ഒന്നിനോടും ഇൻട്രസ്റ്റ് കാണിക്കാത്ത അജയ് നല്ലൊരു ഡിസിഷൻ പറഞ്ഞപ്പോ അതിനുശേഷം എന്റെ ഫാമിലിയിലായിക്കോട്ടെ എന്റെ ഭാര്യയുടെ ഫാമിലിയിലായിക്കോട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനെ ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് അത് അജയായിരുന്നു. അവനും വളരെ ആപ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എപ്പോഴും എടുത്തിരുന്നത്. അങ്ങനെ പതിയെ പതിയെ അവന്റെ എല്ലാ മെന്റൽ പ്രശ്നങ്ങളും ഇല്ലാതെ ആയതാണ്. അടുത്ത സീനിൽ നമ്മുടെ ഇൻസ്പെക്ടർ വീണ്ടും രൂപയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ? കാരണം നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ പോലീസ് ഡ്രൈവർ ഇല്ലേ, അങ്ങേരോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോ അങ്ങേര് പറഞ്ഞത് അജയ് മരണപ്പെട്ട ദിവസം നിങ്ങളെ ഫോണില് നിങ്ങളുടെ ഹസ്ബൻഡ് അജയ് വിളിച്ചതായിട്ടും നിങ്ങളോടൊരു ഫ്ളാറ്റിലേക്ക് പോകാൻ പറഞ്ഞതായിട്ടും അങ്ങേര് കേട്ടിരുന്നെന്നാണ്. അങ്ങനെ വീട്ടിൽ പോയിട്ട് റെഡിയായി ആ ഒരു ഫ്ളാറ്റിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ റൂമിലും അജയ് ഒരു ലെറ്റർ എഴുതി വെച്ച് ഞാൻ കാണുന്നേ. അതിലും അജയ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചായിരുന്നു. അങ്ങനെ നേരെ അവൻ പറഞ്ഞ ആ ഒരു ഫ്ളാറ്റിന്റെ മുകളിലേക്ക് പോയപ്പോ അപ്പോ രൂപ, നീ സർപ്രൈസിന് റെഡിയല്ലേ? സർപ്രൈസ് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അതായത് നീ ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടില്ലേ, ഇതാണോ നിന്റെ സർപ്രൈസ്? അപ്പൊ അജയ്, ആഹാ, ഇത് നീ നേരത്തെ കണ്ടോന്നല്ല, ഇതില് എന്തിനാ നീ ഞാനാണ് നിന്റെ മരണത്തിന് കാരണം എഴുതിയിട്ടുള്ളേ, അതിനും മാത്രം നിന്നോട് ഞാൻ എന്താ ചെയ്തേ? അപ്പൊ അവൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ നീയല്ലാതെ എന്റെ ജീവിതത്തില് നീ വന്നതിന് ശേഷമാണ് എന്റെ ലൈഫ് മുഴുവനായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് വരെ എന്റെ വീട്ടിലെ ആരാണെങ്കിലും എന്റെ അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ അവർക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ എന്നോടായിരുന്നു ചോദിക്കാറ്. എന്നാല് നീ അങ്ങനെയല്ല, നിനക്ക് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും നീ സ്വന്തമാണ് എടുക്കാറ്. കാരണം നീ സ്വന്തം ജോലിക്ക് പോകാറുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, നീ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുമൺ അല്ലേ. നിന്റെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനിടക്ക് എന്റെ ഫ്രണ്ട് എന്നോടൊരു അഡ്വൈസ് ചെയ്യാ, നിന്റെ ഭാര്യ പോലീസുകാരിയല്ലേ, അപ്പോ നീ ലൈഫിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് അവളോട് ഒരു ഒപ്പീനിയൻ ചോദിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. എന്റെ ലൈഫിൽ അങ്ങനെ ആരും അഡ്വൈസ് ചെയ്യാറുണ്ടായിരുന്നില്ല. നീ വന്ന ശേഷം അവരും എന്നോട് അഡ്വൈസ് ചെയ്യാൻ തുടങ്ങി. എന്റെ ഭാര്യ അവൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് വേണം ചോദിക്കാൻ. എന്റെ തീരുമാനമായിരിക്കണം എപ്പോഴും മുൻതൂക്കത്തിൽ ഉണ്ടാവേണ്ടത്. ഇനിയിപ്പോ ഞാൻ ആത്മഹത്യ ചെയ്യരുതെങ്കിൽ നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിന്റെ ജോലി ഉപേക്ഷിക്കുക, എന്നിട്ട് എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു നല്ല ഹൗസ് വൈഫായിരിക്കെ. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തുതരാം. അപ്പൊ രൂപ പറയുന്നുണ്ട്, അജയ് മണ്ടത്തരം കാണിക്കല്ലേ, നീ മുകളിൽ നിന്ന് ആദ്യം ഒന്ന് താഴെ ഇറങ്ങ്, നമുക്ക് എന്താണെങ്കിലും സംസാരിച്ച് തീരുമാനം എടുക്കാം. അല്ല രൂപ, നിനക്കെന്താ പേടിയാവുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ചാടെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. അവസാനം നോക്കുമ്പോ അവൻ ശരിക്ക് താഴത്തേക്ക് വീണു പോയിട്ടുണ്ട്. അജയ് എന്ന് വിളിച്ച് അവള് പിന്നാലെ പോയി നോക്കുമ്പോ അവൻ താഴേക്ക് വീണിട്ടില്ല, അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട്, രൂപ എന്നെ ഹെൽപ്പ് ചെയ്യേ. എന്നാല് അവള് മറുത്തൊന്നും പറയാതെ എന്തോ ചിന്തിച്ചു നിൽക്കാണ്. അവൻ എന്നോട് അപ്പോ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഞാനത് ചെയ്തില്ല. അങ്ങനെയാണ് അവൻ താഴെ വീണുപോയത്. ശരിക്ക് ഇതാണ് സംഭവിച്ചതെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പോ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല രൂപ, നീ എന്തുകൊണ്ടാ അജയെ ഹെൽപ്പ് ചെയ്യാതിരുന്നേ? പ്രത്യേകിച്ച് നീ ഒരു പോലീസുകാരിയായിട്ട് ഒരാള് അപകടത്തിൽ പെട്ടിരിക്കുമ്പോ അങ്ങനെയാണോ ഒരു തീരുമാനം എടുക്കണ്ടേ?
അപ്പോൾ അതിന്റെ കാരണം അവൾ പറയുന്നുണ്ട്. അതായത് അന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ സജഷന് വേണ്ടിയിട്ട് അജയുടെ ലാപ്ടോപ്പിൽ ഞാൻ ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഓൾറെഡി അവൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് മറ്റൊരാൾ അറിയാതെ ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് അയാളെ തള്ളി താഴെയിടുക. അതായത് അജയ് നേരത്തെ തന്നെ എന്നെ തള്ളി താഴെയിടാൻ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് എന്റെ മൈൻഡിലൂടെ ആ ഒരു ഓർമ്മയാണ് വന്നത്. ഇനിയെങ്ങാനും ഞാൻ അവനെ ഹെൽപ്പ് ചെയ്ത് അവൻ മുകളിലേക്ക് വന്നിട്ട് അവൻ എന്നെ തള്ളി താഴിട്ടാലോ? കാരണം അവന്റെ സ്വഭാവം ഒരു സൈക്കോയുടേത് പോലെയാണ്, എപ്പോഴാണ് മാറുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാതെ. അപ്പൊ ഇൻസ്പെക്ടർ, നീ എന്ത് പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നീ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരിയല്ലേ. ഒരാള് അപകടത്തിൽ പെട്ടിരുന്നാലും അയാളെ എങ്ങനെ രക്ഷപ്പെടുത്തുക, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാന്ന് ഒരു പോലീസുകാരിയായ നിനക്കറിയില്ല എന്ന് പറഞ്ഞാലേ അത് ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ ബാക്കി നീ കോടതിയിൽ പറഞ്ഞാൽ മതി. കുറഞ്ഞത് നിനക്ക് എന്തായാലും 10 വർഷമെങ്കിലും ശിക്ഷ ഉറപ്പാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, അല്ല സാറേ, നിങ്ങൾ എന്താ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാത്തെ? അവൻ എത്രത്തോളം എന്നെ ഉപദ്രവിച്ചെന്നറിയോ? അവന്റെ കൂടെ ഞാൻ ജീവിച്ച ഓരോ നിമിഷവും എനിക്ക് നരക തുല്യായിരുന്നു. അത് പറയുമ്പോൾ തന്നെ അറിയാതെ അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. ആ ഒരു കാഴ്ച അജയുടെ ഫാമിലി ഉള്ളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നില്ലേ? ആ ഒരു ഫാമിലിക്ക് തന്നെ രൂപയുടെ അവസ്ഥ കണ്ടിട്ട് വല്ലാതെ സങ്കടാവാണ്. അങ്ങനെ അവർ വന്നിട്ട് രൂപയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രൂപയോട് മതി, ഇനി നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് കുറച്ചുകൂടി ചോദ്യം ചോദിക്കാനുണ്ട്. എന്നാൽ വൈഷ്ണവി പറയുന്നുണ്ട്, സാറേ, ഞാനല്ല കേസ് തന്നെ, ആ കേസ് തന്നെ ഞാൻ പിൻവലിക്കുകയാണ്, ഇനിയും ഇവരെ ഉപദ്രവിക്കാൻ പറ്റില്ല. അങ്ങനെ രൂപയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ ഇൻസ്പെക്ടറിന് കലിപ്പാവുന്നുണ്ട്, ഇവര് തന്നെ കേസ് തന്നിട്ട് ഇവര് തന്നെ പിൻവലിക്കുക, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അങ്ങനെ നേരെ രൂപയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വൈഷ്ണവി രൂപയോട് സോറി ചോദിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാതെ എന്റെ കൂട്ടുകാരി പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നിയിട്ടാണ് ഞാൻ കേസ് കൊടുത്തത്. പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി എത്തിക്കോളാം. അങ്ങനെ അവള് പോയി കഴിഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? സമാധാനത്തില് കുറച്ച് വെള്ളം കുടിക്കാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ആ പോലീസുകാരൻ ഇരിക്കുന്നുണ്ട്. അവനെ കണ്ടിട്ട് രൂപ പേടിച്ചു പോവാണ്. നിങ്ങളെ പേടിക്കണ്ട, ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതിന് കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും ചോദിക്കില്ല, ഞാൻ തിരിച്ചു പോയിക്കോളാം. അല്ല, നിങ്ങൾ ആ ഫോട്ടോയില് ഏതോ ഒരു പയ്യനുമായിട്ട് പബ്ബില് ഹഗ് ചെയ്യുന്ന കണ്ടിരുന്നല്ലോ, ആ ഒരു പയ്യൻ ആരാ? അപ്പോ രൂപ പറയുന്നുണ്ട്, അത് വേറെ ആരാ, നീ തന്നെ. അപ്പോ ഇൻസ്പെക്ടർ രൂപയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ്. അല്ല, ഇതിപ്പോ എന്ത് ട്വിസ്റ്റാ നോക്കുമ്പോ ശരിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇവിടെയാണ് നമ്മൾ കാണുന്നത്. അതായത് അജയുടെ റൂമിൽ നിന്ന് ആ ഒരു ലെറ്റർ നമ്മുടെ രൂപ കണ്ടെത്തിയില്ലേ? അതിനുശേഷം അജയോട് ആ കാര്യം ചോദിച്ചിട്ടുണ്ട്. അവൻ താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് രൂപ ചിന്തിച്ചപ്പോഴാണ് ആ ഒരു സ്റ്റേഷൻ ഏരിയയിലെ രൂപക്ക് പരിചയമുള്ള ഒരേ ഒരു പോലീസുകാരൻ, അത് നമ്മുടെ ഇൻസ്പെക്ടറാണ്. അങ്ങനെ ഇൻസ്പെക്ടർ മീറ്റ് ചെയ്തിട്ട് എനിക്ക് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ അവൻ ചോദിച്ചത്, അല്ല നിന്നെ ഞാനെങ്ങനെ ഹെൽപ്പ് ചെയ്യാം? അപ്പൊ രൂപ, ഈ ഒരു കേസിൽ എന്നെ നിരപരാധി എന്ന് കാണിക്കാന് എനിക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഈ ഒരു സ്റ്റേഷൻ പരിധി അത് നിന്റേതല്ലേ? എനിക്ക് അജയ് ആത്മഹത്യ ചെയ്തു എന്ന് തെളിയിക്കുകയല്ല വേണ്ടത്. അവനൊരു സൈക്കോയാണെന്ന് സൊസൈറ്റി അറിയണം, പ്രത്യേകിച്ച് അവന്റെ ഫാമിലി അറിയണം. കാരണം അവൻ കുറേയധികം നുണകൾ എഴുതിയിട്ട് ഒരു ഡയറി എന്നെ കൊടുക്കാൻ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവന്റെ സൂയിസൈഡ് നോട്ടില് അവൻ കാരണമായിട്ട് എന്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാരണങ്ങള് പ്രസിന്റെയും മീഡിയയുടെ മുമ്പില് സബ്മിറ്റ് ചെയ്തിട്ട് ഞാനല്ല അജയുടെ മരണത്തിന് കാരണമെന്നും അജയ് കാരണം എന്റെ ലൈഫില് കുറേയധികം സ്ട്രഗിൾസ് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നും ജനങ്ങളുടെയും മീഡിയയുടെയും പ്രത്യേകിച്ച് അജയുടെ ഫാമിലിയുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഒരു ഡയറിയും ലെറ്ററും വെച്ചിട്ട് അവനൊരു ഇന്നസെന്റ് ആണ്, അതുപോലെ സൈക്കോ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല, കാരണം അവൻ മരിക്കുന്നതിന് മുൻപ് എഴുതിയ ലെറ്ററാണിത്. ഇനിയിപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും ആളുകൾ പറയാ മരിക്കുന്നതിന് മുൻപ് ആരും നുണ പറയില്ല, ഇത് നീ തന്നെ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞ് നിന്റെ മേലെ തന്നെ ആയിരിക്കും പഴിവരിക. ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, നമുക്ക് എന്തായാലും ഒന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കാം. അങ്ങനെ തന്റെ ഹെഡിന് ഫോൺ ചെയ്തിട്ട് 2 ദിവസത്തേക്ക് എനിക്കൊന്ന് ലീവ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ രൂപ, അല്ല ഞാൻ എന്താ പറയുന്നേ, അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് എന്തിനാ ലീവ്? അപ്പൊ ഇൻസ്പെക്ടർ, നാളെ നിന്നെ കാണാന് ഒരു പോലീസുകാരൻ വരും. അപ്പോ നിന്റെ ഹസ്ബൻഡ് മുകളിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടതാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അതിനുശേഷം പ്രശ്നമൊന്നുമില്ല, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, ഈസി ആയിട്ട് ഞാനിത് ക്ലോസ് ചെയ്യാം. എന്നാൽ പുറത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് അജയുടെ ഫാമിലിയിലെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം. അവരുടെ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ ഇനിയിപ്പോ തന്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മറ്റൊരാളുടെ വിഷമത്തിൽ സങ്കടപ്പെടുന്ന, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതുന്ന ഒരാളായിരിക്കണം. അപ്പൊ രൂപ പറയുന്നുണ്ട്, നീ പറഞ്ഞ പോലെ സ്വഭാവമുള്ള ഒരേ ഒരു കുട്ടിയുള്ളൂ, അതായത് അജയുടെ അനിയത്തിയായിട്ട് വരും വൈഷ്ണവി. അങ്ങനെ രൂപയും കൂട്ടിയിട്ട് ഇൻസ്പെക്ടർ നേരെ പബ്ബിലേക്ക് പോയിട്ട് അവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്ന പോലെ വേറെ ഒരാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. ആ ഒരു ഫോട്ടോ വൈഷ്ണവിക്ക് അയച്ചു കൊടുത്തിട്ടാണ് അവളെ ചൊടിപ്പിക്കുന്നത്. അതിനുശേഷമാണ് വൈഷ്ണവിക്ക് തന്റെ ഏട്ടന്റെ മരണത്തിൽ എന്തോ രഹസ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അന്വേഷിക്കാൻ ഇറങ്ങുന്നത്. അവള് വരുന്ന സമയത്ത് നമ്മുടെ രൂപ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കണ്ടിരുന്നില്ലേ? അത് വേറെ ആരുമല്ല, നമ്മുടെ ഇൻസ്പെക്ടറിന്റെ ഒരു ഫേക്ക് നമ്പർ ആയിരുന്നു. ആ ഒരു ഫോണില് ഇൻസ്പെക്ടർ പറഞ്ഞത്
കറക്റ്റ് ഈ ടൈമിന് വൈഷ്ണവി നിന്റെ വീട്ടിലുണ്ടാവുന്നതാണ് അതേ സമയത്ത് അവൾ വന്നിട്ടുണ്ട്. അങ്ങനെ അവളുടെ കൺമുമ്പിൽ തന്നെ ആ ഒരു ഡയറി രൂപയാണ് വെച്ചു കൊടുത്തത്. അത് വായിച്ച ശേഷം അവൾ നേരെ പോലീസിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തതാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടില്ലേ. അതായത് അജയുടെ ഫാമിലി തന്നെ ആ ഒരു കേസ് പിൻവലിച്ചിട്ടുണ്ട്. ഇനി രൂപയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ രൂപ ഇൻസ്പെക്ടറിനോട് നിങ്ങൾ ചെയ്തു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ, എനിക്ക് പലപ്പോഴും പല പ്രശ്നമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ. എന്റെ മനസ്സിൽ എനിക്ക് ഇത്രയല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു സങ്കടമാണ്. അവസാനം ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ മറന്ന ഒരേ ഒരു സംശയമുണ്ട്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് ശരിക്കും എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ആ ഒരു ഫ്ലാറ്റിന്റെ മുകളിലേക്ക് വിളിച്ചിരുന്നേ. അതെന്ത് സർപ്രൈസ് ആണെന്ന് നിങ്ങൾ കണ്ടെത്തിയോ? അപ്പൊ രൂപ, അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ആ ഒരു അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ലാറ്റിന് അജയ് അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് സത്യമാണോ നോണയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇൻസ്പെക്ടർ, ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതാ എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. അതിനുശേഷം നമ്മുടെ രൂപയിലെ അവള് എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ രൂപയാണ് അജയോട് ആ ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് വരാൻ വേണ്ടി ഫോൺ വിളിച്ച് പറഞ്ഞതും അവിടെ ആനിവേഴ്സറി ആഘോഷിക്കാൻ ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്തു വെച്ചതും നമ്മുടെ രൂപയാണ്. അങ്ങനെ അവന് ബൊക്കെയൊക്കെ കൊടുത്ത് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അജയ് എഴുതിയ ആ ഒരു ഡയറിയെ കുറിച്ചും ലെറ്ററിനെ കുറിച്ചും അവനോട് ചോദിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് പല നുണകളും നീ ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. ശരിക്ക് എന്റെ മേലെ നിനക്കെന്താ അത്രയ്ക്ക് ദേഷ്യം? എന്നാൽ അതിന് അജയ് മറുപടി പറയുന്നതിന് മുമ്പ് നമ്മുടെ രൂപ തന്നെയാണ് അജയെ തള്ളി താഴത്തേക്കിടുന്നത്. അതായത് രൂപ തന്നെയാണ് അജയെ കൊലപ്പെടുത്തിയത്. ഇതോടുകൂടി ഈ ഒരു കഥയുടെ അവസാനിക്കുകയാണ്. എന്നാൽ കഥ തീർന്നു കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു സംശയമില്ലേ, ശരിക്ക് വില്ലത്തി അത് രൂപയാണോ അല്ലെങ്കിൽ അജയാണോ? ഈ ഒരു മൂവി ശരിക്ക് കണ്ട ശേഷം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അജയ് രൂപയുടെ പേരില് ഫേക്കായിട്ട് ഡയറിയിൽ എഴുതി അവന്റെ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ട് അവളെ കൊലപ്പെടുത്താനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ പോലീസിന് സംശയം തോന്നിയാലോ തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു എവിഡൻസ് ആയിട്ട് ആ ഒരു എവിഡൻസും ആ ഒരു ഡയറിയും യൂസ് ചെയ്യാന്ന് ചിലപ്പോ അവൻ കരുതിയതായിരിക്കാം. എന്നാൽ നമ്മുടെ ഹീറോ ഒരു പോലീസുകാരിയല്ലേ, ഓൾറെഡി അവള് ലൈഫിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ ഒരാളുടെ കണ്ണില് മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം എന്നേക്കുമായിട്ടുള്ള സമാധാനത്തിന് വേണ്ടിയിട്ട് അവള് അവനെ കൊലപ്പെടുത്തിയതും അതിനുശേഷം പിന്നീട് ലൈഫിൽ ഒരിക്കലും ആരും തന്നെ പിന്തുടർന്ന് വരാതിരിക്കാന് നമ്മുടെ ഹീറോനെതിരെ അജയ് എഴുതിയ ആ ഒരു തെളിവ് തന്നെ അവനെതിരെ അവള് തിരിച്ചതും. നമ്മുടെ ഡയറക്ടർ ഇതൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നിയതാണ്. നിങ്ങൾ ഈ കഥ മുഴുവനായിട്ട് കണ്ട ശേഷം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തില്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. മറ്റൊരു അടിപൊളി കഥയായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.